ഇവർ വിവാഹിതരായി. ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി സത്യദാസിൻ്റെ മകളാണെന്ന് മനസ്സിലാക്കിയ ഭവാനി എങ്ങനെയെങ്കിലും ഭൂമിയെ കൊല്ലണം, അതിനു വേണ്ടിയുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി ഭൂമിയെ കാത്തിരിക്കുകയാണ്. പക്ഷേ അതിൽ വന്ന് വിടുന്നത് ഭവാനി തന്നെയാണ്. അങ്ങനെ കണ്ടടിപ്പിച്ച് കൊല്ലാനുള്ള പ്ലാനാണ് ഭവാനിയുടെ. സത്യദാസിൻ്റെ മോളായതുകൊണ്ട് തന്നെ ഇനി ഭൂമി ഇരുന്നു കഴിഞ്ഞാൽ തനിക്ക് തട്ടുകേടാണെന്ന് മനസ്സിലാക്കിയ ഭവാനി എങ്ങനെയെങ്കിലും അവളെ കൊല്ലുക. ഈ സ്വത്തിൻ്റെയൊക്കെ ഉടമ അവളാണെന്ന് ഭവാനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും ഭവാനി വിചാരിച്ച പോലൊന്നും കാര്യം നടക്കുന്നില്ല. അതിനകത്ത് താൻ തന്നെ വന്ന് പെടുന്നുണ്ട്. ഭൂമി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രാത്രിയിലായപ്പോഴത്തേക്ക് മുത്തശ്ശിയും അതുപോലെ സംഗതിയും കൂടെ വരുമ്പം മൂന്നാർ വരെ പോയെന്നും സത്യദാസിൻ്റെ വില്ല വരെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭവാനിക്കൊരു പേടിയാവുന്നുണ്ട്. ഇനി ആരെങ്കിലും താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ മുത്തശ്ശി അറിയിക്കുമോ എന്നുള്ളൊരു പേടിയിലൊക്കെ നിൽക്കുകയാണ് ഭവാനി. എന്നിട്ട് ഒരാൾ എന്തൊക്കെയോ എന്നോട് വന്ന് പറഞ്ഞെന്ന് അവിടുത്തെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ ഭവാനി ആകപ്പാടെ ഭയക്കുന്നുണ്ട്. അതിനുശേഷം സംഗീതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അയാൾ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല, അമ്മയോട് എന്തൊക്കെയോ പറയുന്ന കേട്ടെന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. ഈ സമയത്ത് ഭവാനി ആകപ്പാടെ ഭയന്നിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയാണെങ്കിൽ രാത്രിയിലും കച്ചവടം നടത്തുകയാണ്. കുറച്ചധികം കാശ് വേണം, അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള കാശ് വേണമെന്ന് വിചാരിച്ച് വീണ്ടും രാത്രിയിൽ കച്ചവടമൊക്കെ നടത്തുകയാണ്. അപ്പം ഒത്തിരി രാത്രി ഇരുട്ടിയപ്പോഴത്തേക്ക് അജയ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുവാണ് വീട്ടിലേക്ക്. അപ്പം ആ സമയത്ത് ഒറ്റയ്ക്ക് പോകണ്ട, താൻ അങ്ങോട്ട് ഇറക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയാണെങ്കിൽ അജയുടെ ബൈക്കിൽ കയറുന്നുണ്ട്, ബുള്ളറ്റിനകത്ത് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് അഞ്ജലി ആണെങ്കിൽ പുറത്തവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും കൂടെ പോകുന്നത് അഞ്ജലി കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഭൂമിയാണെങ്കിൽ ബൈക്കിൽ ഇരിക്കുമ്പം പറയുന്നുണ്ട്, സാറിങ്ങനെ എല്ലായിടത്തും തട്ടിക്കയറുന്ന ഒരാളാണെങ്കിലും ഉള്ളിൻ്റെ എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോവുകയാണ്. ഭൂമിയെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പം അഞ്ജലി അവിടെ ഉണ്ട്. അഞ്ജലി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഭൂമിയെ കൊണ്ട് ബൈക്കിൽ പോകുന്ന കണ്ടല്ലോ, രാത്രിയിലാണ് അവളുമായിട്ട് കറക്കമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മുടെ അജയ് പറയുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടം, ഭൂമിയെ കൊണ്ട് പോകുന്നെങ്കിൽ നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങോട്ട് അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ടില്ല. അഞ്ജലി ആണെങ്കിൽ നല്ലോണം ദേഷിക്കുന്നുണ്ട് അജയ് അടുത്ത്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പം ഈ കാര്യം അഞ്ജലി ആണെങ്കിൽ അവിടെ പറയുന്നുണ്ട്. അപ്പം അജയ് ആണെങ്കിൽ മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, രാത്രി അവൾ ഒറ്റയ്ക്ക് പോകാത്തത് ഞാൻ വീട്ടിലോട്ടാക്കിയതാ മുത്തശ്ശി, അതിലെന്താ തെറ്റെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അജയ് പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി അജയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അജയ് പുറത്തോട്ട് ഇറങ്ങുമ്പം അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്ത് കടന്ന് ചാടിയാലും നിന്നെ വിവാഹം കഴിച്ച് ഞാനൊരു കൂട്ടിലാക്കും, അതിനകത്ത് കിടന്ന് കറങ്ങത്തേ ഉള്ളെന്ന് അഞ്ജലി ഭയങ്കര വാശിയോടെ ദേഷ്യത്തോടെ പറയണം. അപ്പം അജയോട് അഞ്ജലിക്ക് സ്നേഹമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അജയ് ചതിച്ച് അജയ് വിവാഹം കഴിക്കുക, എന്നിട്ട് പ്രതികാരം വിടുക, അത് മാത്രമേ ഉള്ളൂ അഞ്ജലിയുടെ ഉദ്ദേശം. അത് അജയ്ക്ക് നല്ലോണം അറിയാം. അജയ്ക്കാണെങ്കിൽ അഞ്ജലി ഇഷ്ടമല്ല, അതിന് ഭൂമിയായിട്ട് കൂടുതൽ അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അഞ്ജലി തന്നെ വിട്ടു പോകുമെന്നൊരു ഉദ്ദേശം അജയ്ക്കുണ്ട്. അങ്ങനെ എന്തായാലും തന്നോടുള്ളത് പ്രേമമൊന്നും അല്ല അഞ്ജലിക്കെന്ന് അജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അജയുടെയും ഭൂമിയുടെയും ബന്ധം അഞ്ജലി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം.